Good morning students. നമ്മൾക്ക് ഈ സെഷനിൽ ബൈനറി കോഡ്സ് എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബൈനറി കോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് കോഡിംഗ് ടെക്നിക്ക്, എപ്പോഴാണ് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് നമ്മൾക്ക് കോഡിങ്ങിൻ്റെ ആവശ്യം എന്നതിനെക്കുറിച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കോഡിംഗ് ആവശ്യമായിട്ട് വന്നത് ഫസ്റ്റ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെയാണെന്ന് പറയാം. ആദ്യമായി നമ്മൾ ഒരു ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ, നമ്മൾക്കറിയാം പണ്ട് കാലത്ത് ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ടെലഗ്രാഫ് സിസ്റ്റം സാമുവൽ FB എന്ന് പറയുന്ന ആളാണ് 1832 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. അതിലെ മോഴ്സ് കോഡുകൾ ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്തിരുന്നത്. എങ്ങനെയായിരുന്നു ടെലഗ്രാഫിൽ അല്ലെ മോഴ്സ് കോഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സിഗ്നൽ സെൻഡ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർട്ടൻ ഓഫീസസ് നമ്മൾ പണ്ട് ഇപ്പോൾ ഉള്ള പോസ്റ്റ് ഓഫീസ് പോലെയുള്ള ഓരോ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ സ്റ്റേഷനിൽ ഇങ്ങനെ മോഴ്സ് കോഡ് സെൻഡ് ചെയ്യുന്ന ടെലഗ്രാഫ് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്ന മെഷീനുണ്ട്. ആ മെഷീനിലൂടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ഡ്യൂറേഷൻ, മോഴ്സ് കോഡ് മെഷീനിന് ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും. ആ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷനെ ഡിപ്പെൻഡ് ചെയ്ത് ഡോട്ട്സും ഡാഷസും ആയിട്ടാണ് നമ്മളുടെ സിഗ്നൽ സെൻഡ് ചെയ്തിരുന്നത്. അപ്പം അതിന് ഒരു എക്സാമ്പിൾ, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന മോഴ്സ് കോഡിൻ്റെ ഒരു ടേബിൾ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ആ ടേബിളിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആൽഫബറ്റിക് ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഡ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, നമ്പേഴ്സ് 0 മുതൽ 9 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സ്, ഇതിനെല്ലാം ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്ന ആ രീതിക്കാണ് നമ്മൾ മോഴ്സ് കോഡ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന ഒരു ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി 1 ഡോട്ട് ഒരു ഡാഷാണ്. അത് നിങ്ങൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. ഡോട്ട്സും ഡാഷസും ആയിട്ടാണ് ഇതിനകത്തുള്ള എല്ലാ ആൽഫബറ്റും നമ്പേഴ്സും സെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾക്കൊരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ കോഡ് വെച്ച് ടെലഗ്രാഫ് കോഡ് വെച്ചിട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസീവിങ് സ്റ്റേഷനിൽ ആ സിഗ്നൽ റിസീവ് ചെയ്യുന്ന ആൾക്ക് അതിൽ നിന്ന് ഡീകോഡ് ചെയ്ത് ആ സിഗ്നൽ എടുക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത് നമ്മൾ ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യുക, ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മളുടെ കോഡിംഗ് ടെക്നിക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇൻ ദ കോഡിംഗ് ടെക്നിക് വെൻ നമ്പേഴ്സ്, ലെറ്റേഴ്സ് ഓർ വേർഡ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് സിംബൽസ്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ നമ്പർ, ലെറ്റർ ഓർ വേർഡ് ഈസ് ബീയിങ് എൻകോഡഡ്. അങ്ങനെ നമ്മൾ ഇതിൽ നമ്മൾ ഡോട്ട്സും ഡാഷസും ആയിട്ടാണ് അവിടെ കോഡ് സെൻഡ് ചെയ്തു എന്ന് മോഴ്സ് കോഡിൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മളുടെ ലെറ്റേഴ്സിനെയും നമ്പേഴ്സിനെയും സിമ്പിളിനെയും കുറേ ഗ്രൂപ്പ് ഓഫ് സിമ്പിൾസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡോട്ട്സ് ആൻഡ് ഡാഷസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ആ ലെറ്റർ, ആ സെൻറ്റൻസിന് എൻകോഡ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. അപ്പം അങ്ങനെ സെൻഡ് ചെയ്യുന്ന സിമ്പിൾസ്, ഗ്രൂപ്പ് ഓഫ് സിമ്പിൾസിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഡിജിറ്റലിൽ നമ്മൾ സിഗ്നൽ എന്ന് പറയുന്നത് കുറേ ബൈനറി നമ്പേഴ്സ്, ബിറ്റ്സും 0s and 1s ആണെന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ പഠിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ 0സും 1സും ചേർത്ത് എഴുതി കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ചേർത്ത് നമ്മൾ ആ സിഗ്നൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബൈനറി കോഡ് എന്ന് പറയാം. ബൈനറിയിലാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലെ 1s and 0s ആയിട്ടാണ് ഡാറ്റ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ബൈനറി ബിറ്റ്സ് സെൻഡ് ചെയ്യുമ്പോൾ അതിനെ ബൈനറി കോഡ് എന്ന് പറഞ്ഞു. ഇനി ബൈനറി കോഡ് റെപ്രസെൻറ്റഡ് ബൈ ദ നമ്പർ ആസ് വെൽ ആസ് ദ ആൽഫ ന്യൂമറിക് ലെറ്റേഴ്സ്. അപ്പോൾ നമ്മൾക്ക് 0സും 1സും റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ നമ്പറിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യാനല്ല, അതേപോലെ നമുക്ക് ആൽഫബറ്റിക്കൽ ലെറ്റേഴ്സ് ഉണ്ട്. നമുക്ക് കീപാഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതല്ലാതെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കോഡിങ്ങിൽ 1s and 0s ആയിട്ട് മാറ്റണം. ഇതൊക്കെയാണ് നമ്മുടെ ബൈനറി കോഡിൻ്റെ ജനറൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അത് അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബൈനറി കോഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഡിംഗ് ടെക്നിക്കാണ് ബൈനറി കോഡ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ഭാഷ ബിറ്റ് 0സും 1സിൻ്റെയും ഒരു സ്ട്രിങ് ആണ്. അത് ഇൻപുട്ട് ചെയ്യുകയും ഔട്ട്പുട്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 1s and 0s കോമ്പിനേഷൻസ് ആണ് കമ്പ്യൂട്ടറിന്
ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത്, ഇപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആയിട്ട് ബൈനറി കോഡ്സ് വരുന്നത്. ഇനി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ലോജിക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്. ആ ലോജിക് എന്ന് പറയുന്നത് 0ഉം 1ഉം കണ്ടീഷൻ, അല്ലെങ്കിൽ ഓൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സർട്ടൻ ലെവലിൽ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനും ഈ ബൈനറി കോഡ്സ് വളരെ സൂട്ടബിൾ ആണെന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെ നമ്മൾ ബൈനറി കോഡിങ് ചെയ്ത് സിസ്റ്റംസും സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടർ സിഗ്നൽ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കതിനെ അനലൈസ് ചെയ്യാനും നമുക്ക് ആ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനും അനലോഗിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും. 0ഉം 1ഉം മാത്രമേ ഉള്ളല്ലോ എന്നതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ടൈപ്പ് കോഡ് മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ളത്, പലതരത്തിലുള്ള ബൈനറി കോഡിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ബൈനറി കോഡിംഗ് ടെക്നിക്സിനെ നമുക്ക് ജനറലി 4ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതായത് ന്യൂമറിക് കോഡ്സ്, ആൽഫ ന്യൂമറിക് കോഡ്സ്, എറർ ഡിറ്റക്റ്റിംഗ് കോഡ്സ് ആൻഡ് എറർ കറക്റ്റിംഗ് കോഡ്സ്. നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നാണ് പറഞ്ഞത് ബൈനറി കോഡിനെ. ന്യൂമറിക് കോഡ്, ആൽഫ ന്യൂമറിക് കോഡ്, എറർ ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് കോഡ്സ്. ഈ ന്യൂമറിക് കോഡ്സിനെ തന്നെ വീണ്ടും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫർദർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് വെയ്റ്റഡ് കോഡ് എന്ന് നോൺ വെയ്റ്റഡ് കോഡ് എന്നും, വെയ്റ്റഡ് കോഡ് തന്നെ നമുക്ക് പോസിറ്റീവ്ലി വെയ്റ്റ്, നെഗറ്റീവ്ലി വെയ്റ്റഡ് കോഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ഈ ന്യൂമറിക് കോഡ്സിനെ സീക്വൻഷ്യൽ കോഡെന്നും സൈക്ലിക് കോഡെന്നും സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് കോഡ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വെയ്റ്റഡ് കോഡ്സ് എന്താണെന്ന് നോക്കാം. വെയ്റ്റഡ് കോഡ്സ് ഇപ്പം നമ്മൾക്ക് ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി നമുക്കറിയാം, ഫെമിലിയർ ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഡെസിമൽ നമ്പറിൽ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുക, 24 എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കുകയാണ്. ഇപ്പോൾ 24 എന്ന് പറഞ്ഞ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് നമ്പേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. 4 എന്ന് പറയുന്ന നമ്പർ നമ്മൾ പറയും വൺസിൻ്റെ പ്ലേസിലാണ്, അല്ലെങ്കിൽ ഒറ്റ എന്ന് പറയുന്ന അക്കത്തിലുള്ള നമ്പറാണ് 4. 2 എന്ന് പറയുന്നത് ടെൻസിൻ്റെ പ്ലേസിലാണ്. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിലുള്ള 2ഉം വൺസിൻ്റെ പ്ലേസിലുള്ള 4ഉം ചേർത്താണ് നമ്മൾ 24 എന്ന് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതേപോലെ ഡെസിമൽ നമ്പറിന് ഇതിനെ നമ്മൾ പൊസിഷണൽ വെയിറ്റേജ് എന്ന് പറഞ്ഞു. നമ്മൾ നമ്പർ സിസ്റ്റം പഠിച്ചപ്പോഴും നമ്മൾ പൊസിഷണൽ വെയിറ്റേജിനെ കുറിച്ച് പഠിച്ചു. ഒരു നമ്പറിൽ നിന്ന് വേറെ നമ്പറിലേക്ക് നമുക്ക് നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് ഈ പൊസിഷണൽ വെയിറ്റേജിൻ്റെ യൂസേജ് വന്നതാണ്. അപ്പോൾ ഇതിൽ ഡെസിമലിൽ നമുക്ക് ഇതേപോലെ പൊസിഷണൽ വെയിറ്റേജ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ബൈനറിയിലും പൊസിഷണൽ വെയിറ്റേജ് ഉണ്ട്. ആ പൊസിഷണൽ വെയിറ്റേജ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാം. ബൈനറിയിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിന് 2⁻0, 2⁻1, 2⁻2, 2⁻3 എന്ന് ലെഫ്റ്റിലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്ന ഒരു പൊസിഷണൽ വാല്യൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ വെയിറ്റേജ് വരുമ്പോൾ എന്ത് വരും? ലീസ്റ്റ് ബിറ്റിന് 1, അതിന് ലെഫ്റ്റിലേക്കുള്ളതിന് 2, 4, 8 അങ്ങനെ ഒരു പൊസിഷണൽ വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. 8421 4 ബിറ്റ് നമ്പർ ആണെങ്കിൽ 8421 എന്നാണ് അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ്. ഈ പൊസിഷണൽ വെയിറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ ബൈനറിയിൽ നമ്മുടെ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 എന്ന് പറയുന്നതാണ് MSB കിടക്കുന്ന നമ്പർ. 2 എങ്ങനെയാണ് ബൈനറിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 2 എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് 2-ന് 1 കൊടുക്കും, മറ്റേതെല്ലാം നമ്മൾ 0 എന്ന് പ്രൊവൈഡ് ചെയ്യും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 1 0 എന്ന് കിട്ടും. ലെഫ്റ്റിലേക്കുള്ള സീറോസിന് വാല്യൂ ഇല്ല, റൈറ്റിലേക്കുള്ള സീറോസിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ 1 0 എന്ന് പറയുന്നതാണ് 2-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി. 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ് എപ്പോഴും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം 0 0 1 0 എന്നുള്ളതാണ് നമ്മളുടെ 2-ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി റെപ്രസെൻറ്റേഷൻ. അതുപോലെ നമുക്ക് 4-നെ റെപ്രസെൻറ്റ് ചെയ്യണം. 4-നെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ പൊസിഷണൽ വെയിറ്റേജിൽ ഏതിന് 1 കൊടുക്കണം? ഇവിടെ കണ്ടോ, തേർഡ് പൊസിഷനിലുള്ളത് 4 ആണ്. അപ്പോൾ ഈ പൊസിഷനിൽ ഒരു 1 കൊടുത്തിട്ട് ബാക്കിയെല്ലാം 0 ആക്കി കഴിഞ്ഞാൽ ഇത് 4-ന് ഇക്വലൻ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? 0 1 0 0. അപ്പോൾ 4-നെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ 1 0 0 എന്ന് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ബൈനറി നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഇനി ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന കോഡിംഗ് സിസ്റ്റമാണ് ബൈനറി കോഡാണ്. ബൈനറി കോഡഡ് ഡെസിമൽ കോഡ്, BCD കോഡ്. BCD കോഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഡെസിമൽ നമ്പർ അവൈലബിൾ ആണ്, ഫെമിലിയർ ആയിട്ടുള്ള നമ്പറുമാണ്. ആ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് എങ്ങനെ കോഡ് ചെയ്യുന്നു, ഓരോ ബിറ്റിനെയും ഓരോ ഡെസിമൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് 4 ബിറ്റ് ബൈനറി കോഡിലേക്ക് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ്, കോഡിംഗ് സിസ്റ്റമാണ് നമ്മൾ ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പോൾ BCD ഈസ് എ വേ ടു എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഡെസിമൽ ഡിജിറ്റ്സ്. എടുത്ത് നമ്മൾ പറയുന്നു ഈച്ച് ഓഫ് ദ ഡെസിമൽ ഡിജിറ്റ്സ് വിത്ത് എ 4 ബിറ്റ് ബൈനറി കോഡ്. അപ്പോൾ ഇത് എന്ത് ചെയ്യും, നമ്മൾ 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ നമുക്ക് 0000 മുതൽ 4 ബിറ്റിൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന 4 0 മുതൽ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ബിറ്റും 1 ആകുന്നത് വരെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും നമ്പേഴ്സ് നമുക്കതിനകത്ത് അതിനെ കോഡിംഗ് ആയിട്ട് കോഡഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറയുന്ന എത്ര സിഗ്നലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? 16 സിഗ്നലിനെ അല്ലേ. 4 ബിറ്റിൽ വരുമ്പോൾ 0000 0001 0010 നിങ്ങൾ എഴുതി നോക്കുക. അങ്ങനെ ടോട്ടൽ 16 എണ്ണം നമ്മൾക്ക് കോഡഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിത് പറഞ്ഞു ബൈനറി കോഡഡ് ഡെസിമൽ കോഡാണെന്ന്. അപ്പോൾ ഡെസിമലിനെ മാത്രം നമുക്ക് ബൈനറിയിലേക്ക് കോഡ് ചെയ്താൽ മതി. അപ്പോൾ ഡെസിമലിൻ്റെ സിമ്പിൾസ് ഏതാണ്? 0 മുതൽ 9 വരെ ഉള്ളൂ. നമുക്ക് 16 എണ്ണത്തിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഓൺലി ഫസ്റ്റ് 10 ഓഫ് ദീസ് ആർ യൂസ്ഡ്. 0 മുതൽ 9 വരെയുള്ള 10 സിമ്പിൾസിനെ മാത്രം കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ BCD കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അത്രയും മാത്രമേ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് 0000 മുതൽ 1001. 9 എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ 8421 കോഡിലിട്ട് കഴിഞ്ഞാൽ 8ൻ്റെ പ്ലേസിലൊരു 1ഉം 1ൻ്റെ പ്ലേസിലൊരു 1ഉം ഇട്ട് 8ഉം ഒന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കിട്ടും. അപ്പോൾ അതായത് 1001 ഉള്ളതാണ് 9ന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി 4 ബിറ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അത്രയും സിമ്പിൾസ് നമ്മൾക്ക് കൺവേർട്ട് ചെയ്താൽ മതി ബൈനറി കോഡഡ് ഡെസിമലിലേക്ക്. ഡെസിമലിനെയാണ് ബൈനറിയിലേക്ക് കോഡ് ചെയ്തത്. 0 മുതൽ 9 വരെയുള്ള ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ 4 ബിറ്റ് ബൈനറി ആയിട്ട് കോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്രയും വരെ നമ്മൾ യൂസ് ചെയ്യും. അതിന് ശേഷമുള്ള 1010 മുതൽ 1111 വരെയുള്ള കോഡഡ് ഫോം നമ്മൾ ഉപയോഗിക്കുന്നില്ല, കോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഇൻവാലിഡ് എന്ന് പറയും. അത് നമുക്ക് ആവശ്യമില്ല, ഇത്ര എണ്ണം മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് എന്നൊരു ടേബിളിൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. 0 എന്ന് പറയുന്നത് 0000 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. 1 എന്ന് പറഞ്ഞാൽ 0001, 2 0010, 0011, 0100, 101, 110, 111, 1000 and 1001. അങ്ങനെ 0 മുതൽ 9 വരെയുള്ള ഡെസിമൽ നമ്പറിൻ്റെ കറസ്പോണ്ടിങ് BCD കോഡാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഡെസിമൽ സിസ്റ്റമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള ഒരു കോഡിംഗ് ടെക്നിക്കാണ്. നമുക്കറിയാം ഇപ്പോൾ ആകെ ഡെസിമലിൽ 90 മുതൽ 9 വരെയുള്ള നമ്പേഴ്സാണ് ഉള്ളത്. അതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. വി നീഡ് ടു റിമെമ്പർ ബൈനറി ഈക്വലൻ്റ് ഓഫ് ഡെസിമൽ നമ്പർ 0 to 9 ഉള്ള ഇത്രയും സിമ്പിൾസ് നമുക്ക് BCD കോഡിൽ കോഡിങ്ങിന് വേണ്ടിയിട്ട് ഓർത്തിരുന്നാൽ മതി. ഇനി ഡിസഡ്വാൻറ്റേജസ്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് BCD ഹാവ് ഡിഫറെൻറ്റ് റൂൾസ്. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഇത്രയും ഓരോ 4 ബിറ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കഴിഞ്ഞ് വരുന്ന നമ്പറിനെ എന്ത് ചെയ്യും എന്നുള്ളത് അടുത്ത ഡിജിറ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ BCD അരിത്തമെറ്റിക് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് കുറച്ചും കൂടി സ്റ്റെപ്സ് നമ്മൾക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു അതിൻ്റെ ഒരു ആൻസർ നമുക്ക് കിട്ടത്തുള്ളൂ. അടുത്തത് നമ്മളുടെ നോൺ വെയ്റ്റഡ് കോഡ്സ് ആണ്.
അപ്പോൾ ആദ്യം നമ്മൾ വെയ്റ്റഡ് കോഡ്സ് പഠിച്ചു. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ BCD കോഡ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നോൺ വെയ്റ്റഡ് കോഡ്സ്. അപ്പം നോൺ വെയ്റ്റഡ് കോഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, അതിന് പൊസിഷണൽ വെയിറ്റേജ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പം അതിന് എക്സാമ്പിൾ XS3 കോഡ്, ഗ്രേ കോഡ്, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോൺ വെയ്റ്റഡ് കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബിറ്റിനും, ഇതും നമ്മൾ 4 ബിറ്റ് ബൈനറി ആയിട്ടാണ് കോഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിലെ ഓരോ കോഡ് 4 ബിറ്റോ അതിൽ കൂടുതലുള്ള എങ്ങനെയാണ് നമുക്ക് കോഡിങ്ങിൽ അത്ര ബിറ്റിലാണ് സിഗ്നലിനെ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത്രയും ബിറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ബിറ്റ് റെപ്രസെൻറ്റ്, ഇവിടെ ഞാൻ എക്സാമ്പിളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം 4 ബിറ്റ് കോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിൽ ഓരോ ബിറ്റിനും നമ്മൾ പ്രത്യേകിച്ച് പൊസിഷണൽ വെയിറ്റേജ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ വെയ്റ്റഡ് കോഡ്സ് എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിളാണ് XS3 കോഡും ഗ്രേ കോഡും. അതിൽ XS3 കോഡ് എന്താണെന്ന് നോക്കാം. അപ്പം XS3 കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ പേരിൽ തന്നെയുണ്ട് ഒരു 3Xs വരുന്ന ഒരു കോഡിനെയാണ് നമ്മൾ XS3 കോഡ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് XS3 കോഡ് എന്ന രീതിയിലും നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. X3 കോഡ് ഇത് നോൺ വെയ്റ്റഡ് കോഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ XS3 കോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ BCD കോഡിൽ നിന്ന് 3യും കൂടി ആഡ് ചെയ്യുന്നു. BCD കോഡിൻ്റെ കൂടെ ഒരു 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോഡാണ് നമ്മളുടെ XS3 കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ BCD കോഡ് നമ്മൾ എവിടെ നിന്ന് ഫോം ചെയ്തത്, ഇതിനൊരു ഫ്ലോ ചാർട്ട് പോലെ ഇത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്ന കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം എന്തായിരുന്നു, നമ്മളുടെ ഡെസിമൽ നമ്പർ ആയിരുന്നു. BCD കോഡ് എന്ന് പറഞ്ഞാൽ ബൈനറി കോഡ് ഡെസിമലാണ്, ഡെസിമലിൽ നിന്ന് ബൈനറി കോഡ് ചെയ്തിരിക്കുന്നതാണ്, 4 ബിറ്റ് ബൈനറിയിലേക്ക് കോഡ് ചെയ്തതാണ് BCD. ആ BCDയുടെ കൂടെ ഒരു 3യും കൂടി ആഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 3 എന്ന് പറയുന്നതിൻ്റെ ബൈനറി വാല്യൂ എന്താണ്, 0011 എന്നാണ് 3യുടെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ. അപ്പോൾ 11 എന്ന് പറയുന്നതും കൂടി ഈ BCD വാല്യൂവിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് XS3 കോഡ് കിട്ടും. ഇനി അത് അതിൻ്റെ ടേബിളിൽ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡെസിമൽ 0 റെപ്രസെൻറ്റ് ചെയ്യുന്ന BCDയിൽ 0000 എന്നാണ്. അതിൻ്റെ കൂടെ ഒരു 3യും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0011 എന്ന് കിട്ടും. അടുത്ത 1ൻ്റെ കൂടെ നമ്മൾ വീണ്ടും 3 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 0100. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനടുത്ത് എല്ലാം തൊട്ടടുത്ത് ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്നൊരു വാല്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം 11 100 101 110 111 1000 അങ്ങനെയാണ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ 9 ഇക്വലൻ്റ് ആയിട്ടുള്ള BCD കോഡ് 1001ന് XS3 കോഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ ഒരു 11 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1100 എന്ന് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബൈനറി ടു BCD കോഡ് ടു XS3 കൺവേർഷൻ. ഇനി അടുത്തത് കോഡിംഗ് എന്ന് പറയുന്നത് ഗ്രേ കോഡാണ്. ഗ്രേ കോഡിന് ഇതുപോലെ തന്നെ പൊസിഷണൽ വെയിറ്റേജ് ഒന്നും അസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നോൺ വെയ്റ്റഡ് കോഡാണിത്. പക്ഷേ ഇത് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിന് ഒന്നും ഉപയോഗിക്കുന്ന കോഡല്ല. അതായത് ദർ ഈസ് നോ സ്പെസിഫിക് വെയ്റ്റ്സ് അസൈൻ ടു ദ ബിറ്റ് പൊസിഷൻ. പിന്നെ ഇതിനെന്താണ്, ഇറ്റ് ഹാസ് എ വെരി സ്പെഷ്യൽ ഫീച്ചർ ദാറ്റ് ഓൺലി 1 ബിറ്റ് വിൽ ചേഞ്ച് ഈച്ച് ടൈം ദ ഡെസിമൽ നമ്പർ ഈസ് ഇൻക്രിമെൻറ്റഡ്. നമുക്ക് നമ്മളുടെ ഏതൊരു ബൈനറി കോഡ് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ആ ബൈനറി കോഡിൽ നിന്ന് നമുക്ക് ഈ ഗ്രേ കോഡ് എന്ന് പറയുന്ന കോഡ് നമുക്ക് ഫോം ചെയ്യാം. അങ്ങനെ അതിനെ നമ്മൾ ഗ്രേ കോഡ് ഒരു സൈക്ലിക് കോഡാണെന്നും കൂടി ഇതിനെ പറയുന്നു. ഗ്രേ കോഡ് കനോട്ട് ബി യൂസ്ഡ് ഫോർ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഏതൊരു ബൈനറി കോഡ് കിട്ടിക്കഴിഞ്ഞാലും ആ കോഡിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗ്രേ കോഡിനെ ജനറേറ്റ് ചെയ്ത് എടുക്കാം. അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കതിനെ ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത് ഒരു BCD കോഡ് തന്നിട്ടുണ്ട്. ആ BCDയുടെ ഗ്രേ കൺവേർഷനാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഗ്രേ കോഡ് എന്ന് പറയുന്നത് ഒരു ബിറ്റ് മാത്രമേ അറ്റ് എ ടൈമിൽ ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 000 അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേ എന്ന് പറയുന്നത് 00 തന്നെയാണ്.
0001 എന്ന് പറയുന്നതിൻ്റെ ഗ്രേ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 0001 തന്നെയാണ്. അത് കഴിഞ്ഞാണ് നമുക്ക് ആ ചേഞ്ചസ് ഫിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു ബിറ്റ് ഇവിടുന്ന് ഒരു ബിറ്റേ ചേഞ്ച് ചെയ്തുള്ളൂ. PCDയിൽ ഒരു ബിറ്റ് മാത്രമേ 0 എന്ന് 1 ആയുള്ളൂ, ലിസ്റ്റ് ബിറ്റ് മാത്രം. അടുത്തതിലെന്ന് പറയുന്നത് ഈ 10ൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ലീസ്റ്റ് ബിറ്റ് 1ൽ നിന്ന് 0യിലേക്ക് ചേഞ്ച് ചെയ്തു. അതിന് തൊട്ട് ഹയർ ബിറ്റ് 0യിൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ 2 ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഗ്രേ കോഡിൽ പക്ഷേ ഒരു ബിറ്റ് ഒരു ടൈം ചേഞ്ച് ചെയ്യാൻ അലോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ ഈ ലീസ്റ്റ് ബിറ്റിനെ നേരത്തെ 0യിൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തു. അത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഹയർ ബിറ്റാണ് 0യിൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0010 എന്ന് പറയുന്ന BCയുടെ കറസ്പോണ്ടിങ് ഗ്രേ എന്ന് പറയുന്നത് 0011 ആണ്. അതേപോലെ 0011 നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഈ ജസ്റ്റ് ഹയർ ബിറ്റിനെ 1ൽ തന്നെ റിറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ 1 എന്ന് പറയുന്ന ലീസ്റ്റ് ബിറ്റ് 1ൽ നിന്ന് 0യിലേക്ക് ചേഞ്ച് ചെയ്യും. ഒരു ബിറ്റ് മാത്രം വേരിയേഷൻ, 1ൽ നിന്ന് 0യിൽ വേരിയേഷൻ. ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഗ്രേ കോഡ് ഫോം ചെയ്ത് പോകുന്നത്. അതിന് ജനറൽ ഒരു റൂളുണ്ട്. ആ റൂൾ എങ്ങനെയാണെന്ന് നോക്കാം, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മളുടെ ഒരു ബൈനറി നമ്പറാണ് 01001. ഒരു 5 ബിറ്റ് നമ്പർ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. അതിനെ എനിക്ക് ഗ്രേ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇപ്പോൾ 0നെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ MSB എന്ന് പറയാം, ഇതിനെ LSB എന്ന് പറയാം. ഇപ്പോൾ LSB മുതൽ MSB വരെയുള്ള നമ്പർ. അപ്പോൾ അതിലത് MSB എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. ഇപ്പോൾ ബൈനറീൻ്റെ MSB ഇത് 5 ബിറ്റ് നമ്പർ ആയതുകൊണ്ട് B0, B1, B2, B3, B4 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ B4 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമുക്ക് G4 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. മോസ്റ്റ് ബിറ്റ് ഓഫ് ഗ്രേ എന്ന് പറയുന്നത് സെയിം ആയിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ അടുത്ത നമ്പർ എന്ത് ചെയ്യും, ഈ ബിറ്റും ഈ അടുത്ത ബിറ്റും കൂടി എക്സ്ക്ലൂസീവ് ഓർ ചെയ്യുക. ഇത് തമ്മിൽ ഓർ ചെയ്യുക. എക്സ്ക്ലൂസീവ് ഓർ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ആണ് നമ്മളവിടെ എഴുതുന്നത്. ഇപ്പോൾ 0 to എന്നെ എക്സ്ക്ലൂസീവ് 1 ആയിട്ട് ഓർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് 1 ആണ് ആൻസർ കിട്ടുന്നത്, അത് എഴുതുക. അല്ലേ, അടുത്തതെന്ന് പറയുന്നത് ഈ 1ഉം നെക്സ്റ്റ് ലോവർ ബിറ്റും തമ്മിൽ എക്സ്ക്ലൂസീവ് ഓർ ചെയ്തു. 1 എക്സ്ക്ലൂസീവ് 0 എന്ന് പറയുന്നത് 1 വീണ്ടും കിട്ടും. പിന്നെ അടുത്തെന്താണ്, ഇതും കൂടി 0 എക്സ്ക്ലൂസീവ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, രണ്ട് ഇൻപുട്ട്സും ഡിഫറൻ്റ് ആയിരുന്നാൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്തത് 0യും 1ഉം. അപ്പോൾ 0യും 1 എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ ടേബിളിലുള്ള കംപ്ലീറ്റ് ഇതും നിങ്ങൾ കൺവേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക അതെല്ലാം കൂടി കൺവേർട്ട് ചെയ്യാനായിട്ട്. ടേബിൾ അനുസരിച്ചുള്ളതെല്ലാം കൺവേർട്ട് ചെയ്ത് നോക്കുക. ഇനി തിരിച്ച് അതേപോലെ നമുക്ക് ഗ്രേ ആണ് നമ്പർ അവൈലബിൾ ഉണ്ടെങ്കിൽ ആ ഗ്രേയിൽ നിന്ന് നമുക്ക് ബൈനറിയിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ള ടെക്നിക്കാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു നമ്പർ എന്ന് പറയുന്നത് G3, G2, G1, G0 4 ബിറ്റ് ഗ്രേ എന്ന് പറയുന്ന നമ്പറുണ്ട്. അതിനെ എനിക്ക് ബൈനറി നമ്പർ B3, B2, B1, B0യിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വയ്ക്കാം. അപ്പോൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നമ്പർ എന്ത് ചെയ്യേണ്ടത്, G3 എന്ന് പറയുന്നത് തന്നെയാണ് B3 ആയിട്ട് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. G3 ഡയറക്റ്റായിട്ട് B3 ആയിട്ട് എടുത്തു. ഇനി G2വിൽ നിന്ന് എങ്ങനെയാണ് B2 ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എന്ത് G2 എന്ന് പറയുന്ന നമ്പറും B3 എന്ന് പറയുന്ന നമുക്ക് കിട്ടിയ ഫസ്റ്റ് MSB ആയിട്ട് കിട്ടിയ നമ്പറും തമ്മിൽ എക്സ്ക്ലൂസീവ് ഓർ ചെയ്യണം. അപ്പോൾ B3യും G2വും കൂടി എക്സ്ക്ലൂസീവ് ഓർ ചെയ്യുമ്പോൾ നമുക്ക് B2 കിട്ടും. അതാണ് B3 എക്സ്ക്ലൂസീവ് G2 എന്ന് പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ B2ഉം G1ഉം കൂടി എക്സ്ക്ലൂസീവ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B1 കിട്ടും. അതുപോലെ B1ഉം G0യും കൂടി എക്സ്ക്ലൂസീവ് ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B0യും കിട്ടും. അങ്ങനെ നമുക്ക് 4 ബിറ്റ് ഗ്രേ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബൈനറി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ അസൈൻമെൻ്റായിട്ട് എല്ലാ ബൈനറി നമ്പറിനെയും BCD ഉള്ള ബൈനറി നമ്പറിനെ എല്ലാം ഗ്രേ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക ഈ ഇക്വേഷൻ വെച്ച്. ഇനി എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഷിഫ്റ്റ് പൊസിഷൻ എൻകോഡർ ആയിട്ടാണ് ഇത് നമ്മൾ ഗ്രേ കോഡ്
കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതായത് ഒരു ബിറ്റ് മാത്രം ചേഞ്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ സാധാരണ ഒരു ഇൻഡസ്ട്രിയലിൽ ഒരു ഷാഫ്റ്റൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു ഗിയറിൽ നിന്ന് ഒരു പൊസിഷനിൽ നിന്ന് ഒരു പൊസിഷനിലേക്ക് 1 ബിറ്റ് റൊട്ടേഷൻസ് ആണ് എപ്പോഴും ഒരു ആംഗുലർ മോഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 1 ബിറ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള സർക്യൂട്ടറിയിലേക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള കമാൻഡായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേ കോഡ് ഉപയോഗിക്കുക. അപ്പോൾ ഷാഫ്റ്റ് എൻകോഡറായിട്ടാണ് നമ്മൾ ഇത് സാധാരണ. ഗ്രേ കോഡിൻ്റെ മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് 1 ബിറ്റ് വേരിയേഷൻസ് വരുത്തുന്നുണ്ട് കോഡിംഗ് ടെക്നിക്സിലാണ് നമ്മൾ ഗ്രേ കോഡ് ഉപയോഗിക്കുന്നത്. അതായത് ഷാഫ്റ്റ് എൻകോഡറായിട്ട് ആംഗുലർ പൊസിഷണൽ ഷാഫ്റ്റ് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഗ്രേ കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെയ്റ്റഡ് കോഡ് പറഞ്ഞു, നോൺ വെയ്റ്റഡ് കോഡിന് 2 എക്സാമ്പിൾ നോക്കി. ഇനി അടുത്തത് ആൽഫ ന്യൂമറിക്. അപ്പോൾ ന്യൂമറിക് കോഡ്സ് കഴിഞ്ഞു, ഇനി ആൽഫ ന്യൂമറിക് കോഡ്സ്. അപ്പോൾ ആൽഫ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്പേഴ്സ് മാത്രമല്ല നമുക്ക് കോഡ് ചെയ്യാനുള്ളത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ വരുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടറിൽ ഡാറ്റ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്പറിൻ്റെ കൂടെ തന്നെ നമുക്ക് ആൽഫബറ്റ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കീബോർഡ് നോക്കിയാൽ അറിയാം അതിനകത്ത് കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അതിനെല്ലാം നമുക്ക് കോഡ് ചെയ്യണം. ഒരു കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ഡാറ്റകൾ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഈ ഉപയോഗിക്കുന്ന എല്ലാ ലെറ്റേഴ്സിനും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറി ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റണം. നമ്പേഴ്സ് ആൽഫബറ്റ്സിനെ എല്ലാം. അതേപോലെ തന്നെ ആൽഫബറ്റ്സ് തന്നെ നമ്മൾ ചിലയിടത്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും, ചിലയിടത്ത് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ ഈ എല്ലാ ഫോമിലും നമുക്ക് അതിനെ കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഡിംഗ് ടെക്നിക്കാണ് നമ്മൾ ആൽഫ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ ന്യൂമറിക് കോഡ്സ് ആർ ദ കോഡ്സ് ദാറ്റ് റെപ്രസെൻറ്റ് നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റിക് ക്യാരക്ടേഴ്സ്. ഇത് കൂടാതെ എന്താണ് അതർ ക്യാരക്ടേഴ്സ് such as symbols and various instructions necessary for conveying information കൺവേ ചെയ്യുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ആൽഫ ന്യൂമറിക് കോഡ്സിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ ആൽഫ ന്യൂമറിക് കോഡ്സ് തന്നെ 2 രീതിയിൽ 3 ടൈപ്പുണ്ട്. അതിൽ 2 ടൈപ്പാണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺലി യൂസ് ചെയ്യുന്ന ആൽഫ ന്യൂമറിക് കോഡ്സ് എന്ന് പറയുന്നത് ആസ്കി കോഡ്, എബ്സിഡിക് കോഡ്, 5 ബിറ്റ് ബോർഡോട്ട് കോഡ്. ഇതെത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ആൽഫ ന്യൂമറിക് കോഡ് എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തേത് ആസ്കി കോഡ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ആസ്കി കോഡ്, ഈ ആസ്കി കോഡ് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ മെഷീൻ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് ആസ്കി കോഡായിട്ടാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അതിനെ കമ്പൈൽ ചെയ്യുകയും റൺ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ആസ്കി ഫോമാറ്റിലാണ് ഓരോ കീ നിങ്ങൾ പ്രസ് ചെയ്യുന്നതിൻ്റെയും കറസ്പോണ്ടിങ് ബൈനറി ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. നിങ്ങളിതെല്ലാം പ്രോഗ്രാം ചെയ്യുമ്പോൾ പഠിക്കുന്നുണ്ട്. ആസ്കി ടു ബൈനറി കൺവേർഷൻ, ബൈനറി ടു ആസ്കി ഫോം, അങ്ങനെ കൺവേർഷൻ ടെക്നിക്സൊക്കെ നിങ്ങൾ പ്രോഗ്രാം എഴുതുന്നുണ്ട് അല്ലേ, സിയിലും എല്ലാം മെഷീൻ ലാംഗ്വേജിലും എല്ലാം. അപ്പോൾ അതെല്ലാം ആസ്കി കോഡിലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞൊന്ന് പോവുകയാണ്. അടുത്തത് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്, എബ്സിഡിക് കോഡ്. ഇത് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന കമ്പ്യൂട്ടേഴ്സിൽ മെഷീൻസിൽ യൂസ് ചെയ്ത് വരുന്ന ഒരു കോഡ് ആൽഫ ന്യൂമറിക് കോഡാണ് എബ്സിഡിക് കോഡ് എന്ന് പറയുന്നത്. പിന്നെ 5 ബിറ്റ് ബോർഡോട്ട് കോഡ്. ഇപ്പോൾ ആസ്കി കോഡ് എന്ന് പറയുന്നത് 7 ബിറ്റ് കോഡാണ്. എബ്സിഡിക് കോഡ് എന്ന് പറയുന്നത് 8 ബിറ്റ് കോഡാണ്. ബോർഡോട്ട് എന്ന് പറയുന്നത് 5 ബിറ്റ് കോഡാണ് ബോർഡോട്ട് കോഡ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് ആസ്കി കോഡ്. ആസ്കി കോഡ് ഞാൻ പറഞ്ഞു. ഈ ബൈനറി കോഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, മാത്തമാറ്റിക്കൽ സിമ്പിൾസ്, പങ്ക്ച്വേഷൻ മാർക്ക്, ഇതെല്ലാം നമുക്ക് കറസ്പോണ്ടിങ് ആസ്കി കോഡായിട്ട് നമ്മൾ കോഡഡ് ഫോമിൽ വെച്ചിട്ടുണ്ട്. ആ കോഡ് നമ്മൾ ഈ കോഡിംഗ് ടെക്നിക്സിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യും. Input output devices such as keyboards, monitors, mouse can be interfaced using these codes. നിങ്ങൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും
നിങ്ങൾ കീബോർഡിൽ നിന്ന് ഒരു ഇൻപുട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ആസ്കി വാല്യൂ ആയിട്ടായിരിക്കും കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 7 ഡിജിറ്റ് ആസ്കി കോഡിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ആസ്കി കോഡ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ്കി കോഡ്സിൽ നമ്മൾ പറഞ്ഞു 7 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ് ആസ്കി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ 7 ബിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഓരോ ക്യാരക്ടേഴ്സും, അതായത് ആൽഫബറ്റ് ആണോ അതിൻ്റെ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സിന് ഒരു കോമൺ കോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ആൽഫബറ്റിക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് എ മുതൽ 0 വരെ, 0 അല്ല O വരെ ഉള്ളതിന് 100 എന്ന് പറയുന്ന കോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ളതെന്ന് പറയുന്നത് 000, 001, 01, 0010 അങ്ങനെ നമ്മൾ ലീസ്റ്റ് ബിറ്റുകൾ X3 മുതൽ X0 വരെയുള്ള ലീസ്റ്റ് ബിറ്റുകൾ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു, ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ. ഇപ്പം നിങ്ങൾ പ്രോഗ്രാമുകളൊക്കെ എഴുതുമ്പം നിങ്ങൾ ആസ്കിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് പറയുമ്പം അപ്പർ ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 40 ആഡ് ചെയ്ത് നിങ്ങൾ ചെയ്യാറുണ്ട്. എ മുതൽ O വരെ ഉള്ളതിന് 40, 41, 42, 43 എന്നുള്ള രീതിക്കാണ് നിങ്ങളുടെ ആസ്കി ക്യാരക്ടറായിട്ട് വരുന്നത്. അത് ഇങ്ങനെയാണ് നമുക്ക് അതെങ്ങനെയാണ് ലഭിക്കുന്നതെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് 40 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ. 40, 4ൻ്റെ പക്ഷേ 8421 കോഡിൽ 4ന് 1 വന്നു, മറ്റേ രണ്ടും 0. അപ്പോൾ എന്ന് പറയുന്നത് അത് ഹയസ്റ്റ് ബിറ്റ് 4 ബിറ്റിൽ കിടക്കുന്നതുകൊണ്ട് അത് 10th പൊസിഷണൽ വെയിറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡെസിമലിൽ നോക്കുവാണെങ്കിൽ 40 എന്ന് പറയുന്ന പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി ബാക്കിയുള്ള ലിസ്റ്റ് ബിറ്റുകൾ എന്ന് പറയുന്നത് 001 എക്ക് ക്യാപിറ്റലിലേക്ക് ഇപ്പോൾ 41, 42, 43 അങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. O കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് 5 മുതലാണ് 50, പിക്ക് വരുന്നത് 50, 51, 52 എന്ന് പറഞ്ഞുള്ള രീതിക്കാണ് വരുന്നത്. സ്മോൾ ലെറ്റേഴ്സിനാണെങ്കിൽ 60 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ 6, 4 ഇൻറ്റും കൂടി 6, 600 എന്ന് പറയുമ്പോൾ 60, 61, 62. അപ്പം നിങ്ങളങ്ങനെ കൺവേർഷൻ ചെയ്യുമ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തൊക്കെ എടുത്തുള്ള പ്രോഗ്രാമിങ്ങിൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇതിൽ ആസ്കി വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ആൽഫബറ്റിക് ലെറ്റേഴ്സിനും അതിൻ്റെ അപ്പർ കേസ് ലോവർ കേസിനും പിന്നെ ഡെസിമൽ നമ്പേഴ്സ് പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനും ഉള്ള കോഡ് ഇതിനകത്ത് 7 ബിറ്റിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളുടെ ആസ്കി കോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എബ്സിഡിക് കോഡ്. എബ്സിഡിക് കോഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡാണിത്. ഇപ്പോൾ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡിൽ മറ്റേതിന് 7 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഇത് 8 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ് എബ്സിഡിക് കോഡിൽ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സിമ്പിൾസ് ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, കോഡഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് 256 ക്യാരക്ടേഴ്സ് നമുക്കിതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ എബ്സിഡിക് കോഡ് സാധാരണ ഉപയോഗിക്കുന്നത് IBM കമ്പ്യൂട്ടേഴ്സിലാണ്. അല്ല അമേരിക്കൻ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ആണ് ആസ്കിയും എബ്സിഡിക്കും ഒക്കെ കോഡ് സ്റ്റാൻഡേർഡായിട്ട് ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള കോഡ് സ്റ്റാൻഡേർഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന. അതിൽ IBM PCസിലെല്ലാം കമ്പ്യൂട്ടറിലും പെർഫറലിലും ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോഡാണ് എബ്സിഡിക് കോഡ് എന്ന് പറയുന്നത്. അത് 8 ബിറ്റ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്കിതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കുറച്ച് പോർഷനാണ് ഇതിലേക്ക് കാണിച്ചിരിക്കുന്നത്. എല്ലാ കോഡും നമ്മളതിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള കോഡ്സ് നമ്മൾ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡ്സിൻ്റെ വാല്യൂ ആണ് നമ്മളിതിനകത്ത് കാണിച്ചിരിക്കുന്നത്. എബ്സിഡിക്ക് 11000001 എക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ബാക്കി ബിക്ക് ജി അങ്ങനെയുള്ള വാല്യൂസിന് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എറർ കോഡ്സ്. എറർ കറക്റ്റിംഗ് ആൻഡ് ഡിറ്റക്റ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് കോഡ്സ് ആണ് ഇനി ഉള്ളത് ബൈനറി കോഡ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 2 തരത്തിലുള്ള എറർ കോഡ്സ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞു എറർ
ഡിറ്റക്റ്റിംഗ് കോഡ്. ആദ്യം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണം, എന്നിട്ട് ആ എററിനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്ന കോഡ്സിനെ എറർ ഡിറ്റക്റ്റിംഗ് കോഡ് എന്നും കറക്റ്റ് ചെയ്യുന്ന കോഡ്സിനെ എറർ കറക്റ്റിംഗ് കോഡ്സ് എന്നും നമ്മൾ പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്താണ് എറർ, നമ്മളുടെ സിഗ്നലിൽ നമ്മൾ എന്താണ് എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മളുടെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടുന്ന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തു, ഇവിടെ ഡാറ്റ റിസീവ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഒരു സിഗ്നൽ സെൻഡ് ചെയ്യണം. ഇതെന്ന് പറയുന്ന ഹയർ വാല്യൂ, ഹൈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് കൺസിഡർ ചെയ്തു, ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു 1 0 1 ആ രീതിക്ക് നമ്മൾ സിഗ്നൽ സെൻഡ് ചെയ്തു എന്ന് വെച്ചു. ഇത് ഈ കമ്മ്യൂണിക്കേറ്റിംഗ് പോർട്ട് ഇതിൽ നിന്ന് ഇത് വൈഫൈ ആകാം, ഏത് രീതിയായിട്ടാണ് നമ്മൾ സിഗ്നൽ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ എൻഡിൽ രണ്ടാമത്തെ കമ്പ്യൂട്ടറിലെത്തുമ്പോൾ ചിലപ്പം ഇതിനിടയ്ക്ക് വെച്ച് ഈ സിഗ്നൽ കറപ്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഈ സിഗ്നലിന് ഡിറ്റീരിയോറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വേറെ സിഗ്നൽ വന്ന് ചേർന്ന് ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ആ മോഡിഫൈ ചെയ്ത്, അപ്പോൾ എന്താണ് ഇതിൽ സ്ക്വയർ പൾസ് ആയിട്ടൊക്കെ നമ്മൾ കൊടുത്തത് അതിവിടെ വന്നപ്പോഴത്തേക്കും സ്ക്വയർ ആയിട്ടൊന്നല്ല കിട്ടുന്നത്, വേറൊരു ഫോമാറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഇത് 1 ആണോ 0 ആണോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമായിട്ട് വരാത്തൊരവസ്ഥയിലേക്ക് ചില സമയത്ത് കിട്ടും. അപ്പോൾ 1 എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഇവിടെ നിന്ന് സെൻഡ് ചെയ്തത് ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 0 ആയിട്ട് വരാം, അല്ലെ 0 സെൻഡ് ചെയ്യുന്നത് നോയ്സ് ആഡ് ചെയ്ത് ഇവിടെ നിന്ന് 1 ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന ഇതിനെയാണ് നമ്മൾ നോയ്സ്, ഈ വേരിയേഷനാണ് ഒറിജിനൽ സിഗ്നലിൽ നിന്ന് റിസീവ് ചെയ്യുമ്പോൾ വരുന്ന സിഗ്നലിലുള്ള വേരിയേഷനാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോയ്സ് ആഡ് ചെയ്ത് സിഗ്നലിൽ വരുമ്പോഴാണ് എറർ സംഭവിച്ചു എന്ന് പറയുന്നത്. 1s and 0s ആയിട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ 1100 എന്ന് പറഞ്ഞൊരു സിഗ്നൽ സെൻഡ് ചെയ്തിട്ട് 1001 എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റ ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എറർ എന്ന് പറയുന്നത്. ആ 1 ബിറ്റ് പൊസിഷനിൽ 1 എന്ന് പറയുന്നത് ഇപ്പോൾ 0 ആയി പോകാം, അല്ലെ 0 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറുന്നു. ആ എററിനെയാണ് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും വേണ്ടത്. അപ്പോൾ അതിലെന്താണ് എറർ ഡിറ്റക്റ്റിംഗ് കോഡ്സ് എന്ന് പറയുന്നത്? എറർ ഡിറ്റക്റ്റിംഗ് കോഡ്സ് എന്ന് പറയുന്നത് when a message is transmitted it may get scrambled by noise or data may get corrupted. ഡാറ്റ എന്ന് പറയുന്നത് കറപ്റ്റ് ചെയ്യപ്പെടാം. ടു അവോയ്ഡ് ദിസ് വി യൂസ് എറർ ഡിറ്റക്റ്റിംഗ് കോഡ്സ്. എറർ ഡിറ്റക്റ്റ് ചെയ്യുന്ന കോഡ്സ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് സാധാരണ നമ്മളുടെ കോഡ്സിൻ്റെ കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ എറർ ഡിറ്റക്റ്റിംഗ് കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷണൽ ഡാറ്റ നമ്മൾ അതിൻ്റെ കൂടെ സെൻഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നിടത്ത് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ അതിൽ എറർ ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പാരിറ്റി ചെക്ക്. നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ പ്രോഗ്രാമിംഗ് എഴുതുമ്പോഴത്തേക്ക് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ആണ് പാരിറ്റി കണ്ടുപിടിക്കുന്നത്. ഓഡ് പാരിറ്റി ആണോ ഈവൻ പാരിറ്റി ആണോ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാരിറ്റി ഉപയോഗിച്ച്, അതായത് പാരിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിനകത്തുള്ള നമ്പർ ഓഫ് ബിറ്റ്സ് 1സിൻ്റെയോ അല്ലെങ്കിൽ 0സിൻ്റെയോ കൗണ്ടാണ് ഓഡാണോ ഈവൻ ആണോ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അതിനെയാണ് നമ്മൾ പാരിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ പാരിറ്റി ചെക്ക് ചെയ്ത് നമുക്ക് എറർ ഡിറ്റക്റ്റ് ചെയ്യാം. അതാണ് 1 മെത്തേഡ് ഓഫ് എറർ ഡിറ്റക്റ്റിംഗ് കോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പാരിറ്റി ചെക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്ട്രാ പാരിറ്റി ബിറ്റ്, ഒരു ബിറ്റ് നമ്മൾ അതിൻ്റെ കൂടെ ഡാറ്റയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ആ ബിറ്റിനെ നമ്മൾ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അത് ഈവൻ പാരിറ്റിയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ ഈവൻ പാരിറ്റി എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ്, അതിനകത്തുള്ള വൺസിൻ്റെ എണ്ണം ഈവൻ ആയിരിക്കണം. ഓഡ് പാരിറ്റി എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിനകത്തുള്ള വൺസിൻ്റെ എണ്ണം ഓഡായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ഓഡ് പാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഡാറ്റയുടെ കൂടെ നമ്മൾ ഒരു ബിറ്റ് എക്സ്ട്രാ എടുക്കും. ആ ബിറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്യും അതിൻ്റെ പാരിറ്റിയുടെ നമ്പർ. അപ്പോൾ ഈവൻ പാരിറ്റിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എണ്ണി നോക്കും അതിലുള്ള റിമൈനിങ് ഡാറ്റാസ് എന്ന് പറയുന്നത് വൺസിൻ്റെ എണ്ണം ഈവൻ ആണോ എന്ന്. ഈവൻ ആണെങ്കിൽ നമ്മൾ ആ പാരിറ്റി ബിറ്റ് 0 ആയിട്ട് വയ്ക്കും. ഇപ്പോൾ ടോട്ടൽ നമുക്ക് എണ്ണി നോക്കുമ്പോൾ ഈവൻ നമ്പർ ഓഫ് വൺസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇനി ഇൻ കേസ് നമുക്ക് അതിനകത്ത് എണ്ണി നോക്കുമ്പോഴത്തേ വൺസിൻ്റെ എണ്ണം ഓഡായിട്ടാണ് കിട്ടുന്നതെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് ഒരു 1 ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ ഈവൻ കിട്ടും.
അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഇതിൻ്റെ പാരിറ്റി നമുക്ക് സെറ്റ് ചെയ്ത് വിടാം. അതിപ്പോൾ ഓഡ് പാരിറ്റിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് എണ്ണി നോക്കും നമ്പർ ഓഫ് വൺസിൻ്റെ എണ്ണം ഓടാണോ എന്ന്. ഓടാണെങ്കിൽ പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഈവൻ ആയിട്ടാണ് എണ്ണുമ്പോൾ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു 1 കൂടി ആഡ് ചെയ്ത് അതിനെ ഓടാക്കി സെൻഡ് ചെയ്യും. അങ്ങനെയാണ് പാരിറ്റി ജനറേറ്റ് ചെയ്യുക. ഇനി ഒരു ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, പാരിറ്റി ചെക്ക് ചെയ്യുന്നത്, എറർ ഡിറ്റക്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പാരിറ്റി എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വൈൽ ക്രിയേറ്റിംഗ് എ ഫ്രെയിം ദ സെൻഡർ കൗണ്ട്സ് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ഇറ്റ് ആൻഡ് ആഡ്സ് ദ പാരിറ്റി ബിറ്റ് ഇൻ ദ ഫോളോയിങ് വേ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അതെന്താ ചെയ്ത്, ഇൻ കേസ് ഓഫ് ഈവൻ പാരിറ്റി ആണെങ്കിൽ ഇഫ് നമ്പർ ഓഫ് വൺസ് ഈസ് ഈവൻ ദെൻ പാരിറ്റി ബിറ്റ് വാല്യൂ ഈസ് 0. അതായത് നമ്മൾ അതിനകത്ത് കൗണ്ട് ചെയ്ത വൺസിൻ്റെ എണ്ണം ഈവൻ ആണെങ്കിൽ പാരിറ്റി ബിറ്റ് 0 ആയിട്ട് തന്നെ വയ്ക്കും. അല്ലെങ്കിൽ അത് ഓടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, പാരിറ്റി ബിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് വയ്ക്കും ഈവൻ പാരിറ്റിയുടെ കേസിൽ. ഓഡ് പാരിറ്റി ആണെങ്കിലോ നേരെ തിരിച്ച്, നമ്പർ ഓഫ് വൺസ് ഓടാണെങ്കിൽ നമ്മൾ 0 ആയിട്ട് കീപ്പ് ചെയ്യും. ഈവനായിട്ട് വന്ന് അതിൽ വാല്യൂ 1 കൊടുത്തതിനെ ഓടാക്കി സെൻഡ് ചെയ്യും. അപ്പോൾ റിസീവർ എന്ത് ചെയ്യും, ഇത് നമ്മൾ സെൻറ്ററിൻ്റെ സൈഡിലാണ് അങ്ങനെ പറഞ്ഞത്, നമ്മൾ സെറ്റ് ചെയ്ത് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് റിസീവറിനും സെൻഡറിനും ആ ഇൻഫോർമേഷൻ വ്യക്തമായിട്ട് അറിയണം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈവൻ പാരിറ്റിയിലാണോ ഓഡ് പാരിറ്റിയിലാണോ എന്ന്. അപ്പോൾ തമ്മിൽ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. ഈവൻ പാരിറ്റിയിലാണെന്ന് സെൻഡറിനും റിസീവറിനും അറിയാമെങ്കിൽ മാത്രമേ അവർക്കത് ഇത് പാരിറ്റി ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് അതനുസരിച്ച് എററുണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റിസീവിങ് ഇതിലെന്ത് ചെയ്യും, വീണ്ടും ഈ പാരിറ്റി ചെക്ക് ചെയ്യും. അതിനകത്ത് വരുന്ന കൗണ്ട് ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈവൻ ആണോ ഓടാണോ എന്ന് നോക്കും. എന്നിട്ട് അതിൻ്റെ പാരിറ്റി ബിറ്റിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ട് അതിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ ഈവൻ പാരിറ്റിയിലാണ് സെൻഡർ സെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ റിസീവിങ് സൈഡിൽ അവർ കൗണ്ട് ചെയ്ത് നോക്കും ടോട്ടൽ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് ഈവൻ ആയിട്ടാണോ റിസീവ് ചെയ്തത്. ഈവൻ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യും. ഇനി അടുത്തത് ഓഡ് പാരിറ്റി ആണെങ്കിൽ അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്താണ്, എറർ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. അപ്പോൾ എറർ കറക്റ്റിംഗ് കോഡ്സ് എന്ന് പറയുന്നതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള. എറർ കറക്റ്റിംഗ് കോഡ്സ് അല്ലെങ്കിൽ ECC എന്ന് പറയും. അതും ഇതേപോലെ ആർ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ജനറേറ്റഡ് ബൈ സ്പെസിഫിക് അൽഗോരിതം for detecting and removing errors in data that has been transmitted over noisy channels. നോയ്സി ചാനലിൽ കൂടി സിഗ്നൽ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് പാറ്റേണിൽ നമ്മൾ എറർ കറക്റ്റിംഗ് കോഡ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് സിഗ്നലിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ പാറ്റേണിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിസീവിങ് സൈഡിൽ ആ പാറ്റേൺ അതേപോലെ തന്നെയാണോ സെൻഡ് കിട്ടിയിരിക്കുന്നത്, റിസീവ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കും. അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ്സ്, അതിൻ്റെ കൂടെ നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ്സും കൂടി ആഡ് ചെയ്തായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ആ സെൻഡ് ചെയ്ത ബിറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് നമ്മുടെ ഡാറ്റ ബിറ്റുകളിൽ എറർ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാറുണ്ട്. അത് തന്നെ നമുക്ക് 2 തരത്തിൽ പറയാം. നിങ്ങൾ ഇതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നും പഠിക്കേണ്ട, എന്നാലും ജസ്റ്റ് ഞാനൊരു അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ക്ലാസിഫിക്കേഷൻ പറയുന്നതേ ഉള്ളൂ. ബ്ലോക്ക് കോഡ്സ് ഉണ്ട്, എറർ കറക്റ്റിംഗ് കോഡ്സ്. ബ്ലോക്കായിട്ട് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്ത് ബ്ലോക്ക് കോഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 2 തരം ഒരു സൈസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് നമുക്ക് എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്ന ബിറ്റ്സ്, റിഡൻഡൻറ്റ് ബിറ്റ്സിൻ്റെ എണ്ണവും അതേപോലെ ഡാറ്റ ബിറ്റ്സിൻ്റെ എണ്ണവും അതിന് സ്പെസിഫിക് ലൊക്കേഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കോഡ്സ് സെൻഡ് ചെയ്യുന്ന ബ്ലോക്സായിട്ട് സെൻഡ് ചെയ്യുന്ന കോഡിനെയാണ് ബ്ലോക്ക് കോഡ് എന്ന് പറയുന്നത്. ചിലത് കൺവല്യൂഷണൽ കോഡ്സ്, അത് സ്ട്രീമായിട്ട് ഡാറ്റ സ്ട്രീം സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ആഡ് ചെയ്ത് വരുന്ന കോഡാണ്. അങ്ങനത്തെ എറർ കറക്റ്റിംഗ് കോഡ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് കോഡ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹാമിംഗ് കോഡ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് കോഡാണ്. ഹാമിംഗ് കോഡ് നിങ്ങൾക്ക് സാധാരണ എറർ കറക്റ്റിംഗ് കോഡിൽ ചോദിക്കുന്ന ഒരു കോഡാണ് ഹാമിംഗ് കോഡ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനകത്ത് ഡാറ്റ പൊസിഷൻ എങ്ങനെയെന്നൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടി മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഹാമിംഗ് കോഡ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് കോഡാണ്. അതിന് നമുക്ക് 2 സൈമൾട്ടേനിയസ് ബിറ്റിലുള്ള എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു ബിറ്റിൻ്റെ എറർ നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റും.
അങ്ങനെ ഹാമിങ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എറർ കറക്റ്റിംഗ് കോഡ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത് സോഴ്സ് എൻകോഡ്സ് ദ മെസ്സേജ് ബൈ ഇൻസേർട്ടിങ് റിഡൻഡൻറ്റ് ബിറ്റ്സ് വിതിൻ ദ മെസ്സേജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മെസ്സേജിനകത്ത് അല്ലെങ്കിൽ ഡാറ്റയ്ക്കകത്ത് നമ്മൾ വിതിൻ ഡാറ്റ നമ്മൾ നമ്മൾ ഹാമിങ് കോഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഹാമിങ് കോഡിൽ അത് എറർ കറക്റ്റിംഗ് കോഡ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ മെസ്സേജിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഡാറ്റയും മെസ്സേജസിനകത്ത് ഡാറ്റയും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ കുറേ എക്സ്ട്രാ ബിറ്റ്സും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, റിഡൻഡൻറ്റ് ബിറ്റ്സ്. അതൊരു പ്രത്യേക ഫോർമാറ്റിലായിരിക്കും നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെൻഡ് ചെയ്ത് റിസീവ് ചെയ്ത് അത് ഡീകോഡ് ചെയ്ത് അതിൽ നിന്ന് നമ്മുടെ റിഡൻഡൻറ്റ് ബിറ്റ്സിനെ വേർതിരിച്ചിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമ്മുടെ മെസ്സേജസിലുണ്ടാകുന്ന എററിനെ ഡിറ്റക്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഹാമിങ് കോഡിൻ്റെ ഒരു ഫോമാറ്റാണ് ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഹാമിങ് കോഡിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് നമ്പറാണ്. അതായത് ഒരു വേർഡ് നമ്മൾ 8 ബിറ്റ് എന്ന് പറയുന്നതാണ് നമ്മളൊരു ബൈറ്റ് എന്ന് പറയുന്നത്. രണ്ട് ബൈറ്റ് ചേരുന്ന 16 എന്ന് പറയുന്നത് നമ്മളൊരു വേർഡ് എന്ന് പറയും. ഇപ്പോൾ 16 ബിറ്റ് ഒരു ഡാറ്റ. ഇപ്പോൾ 16 ബിറ്റ് ഡാറ്റ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നുണ്ട്. പി എന്ന് പറയുന്ന P1 P2 D1 D2 D3 D11 P5 അങ്ങനെയുള്ള 2 തരത്തിലുള്ള സിഗ്നലാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പി എന്ന് പറയുന്നത് പാരിറ്റി റെപ്രസെൻ്റ് ചെയ്യും, ഡി എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നു. പി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ബിറ്റ്സ്. ഇപ്പോൾ പാരിറ്റി ബിറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബിറ്റ്സ് എന്ന് പറയുന്നത് പാരിറ്റി ബിറ്റാണ്. പാരിറ്റി ബിറ്റ് നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇതിൽ നോക്കിയാൽ കാണാം. ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ് ബിറ്റ്, പിന്നെ ഫോർത്ത് ബിറ്റ്, പിന്നെ 8th ബിറ്റ്, പിന്നെ 16th ബിറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2ൻ്റെ പവറിലുള്ള പൊസിഷൻസിലാണ് നമ്മൾ ഇതിനകത്ത് പാരിറ്റി ബിറ്റ്സ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള റിമൈനിങ് ബിറ്റ് പൊസിഷൻ 3, 5, 6, 7, 9, 10, 11 എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഡാറ്റയുമാണ് ആഡ് ചെയ്ത് ഹാമിങ് കോഡിനകത്ത് നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഫോമിൽ എങ്ങനെയാണ് നമ്മൾ എൻകോഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്സാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻകോഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് നമുക്ക് ഹാമിങ് കോഡ് വഴി എൻകോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ്സിൻ്റെ എണ്ണം. അതെങ്ങനെയാണ്? നമ്മൾ ടോട്ടൽ എത്ര ബിറ്റിൻ്റെ ഡാറ്റയാണ് സെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കും. അപ്പോൾ ആ ബിറ്റിൻ്റെ നമ്പർ അനുസരിച്ച് അതിൻ്റെ എത്ര റിഡൻഡൻറ്റ് ബിറ്റ്സ് അതിൽ ഉപയോഗിക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ നോക്കിയ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമ്മൾ നോക്കിയ നമ്പർ എന്ന് പറയുന്നത് 16 ബിറ്റിൻ്റെ ആയിരുന്നു. 16 ബിറ്റിൽ നമ്മൾ പറഞ്ഞു 2ൻ്റെ പവേഴ്സിൻ്റെ പൊസിഷനിലാണ് നമ്മൾ പാരിറ്റി ബിറ്റ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 പാരിറ്റി ബിറ്റ്സ് മെസ്സേജിനകത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് ഡാറ്റ ബിറ്റ്. അങ്ങനെ നമ്മൾ റിഡൻഡൻറ്റ് ബിറ്റ്സിൻ്റെ എണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അത് എവിടേക്കാണ് പൊസിഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. അതായത് 2ൻ്റെ പവേഴ്സ് വരുന്ന പോയിന്റിൽ. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഡാറ്റയും ആകെ എത്ര വാല്യൂസ് അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും നമ്മൾ പാരിറ്റി വാല്യൂ പ്രൊവൈഡ് ചെയ്യുമല്ലോ. നമുക്ക് ഏത് പാരിറ്റിയാണ് നോക്കുന്നത് അതനുസരിച്ചുള്ള വാല്യൂസും നമ്മൾ അതിനകത്ത് എൻകോഡ് ചെയ്തിട്ട് നമ്മളതിനെ സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്ത ഡാറ്റ ഡീകോഡ് ചെയ്യുന്നത് ഹാമിങ്ങിൻ്റെ റിസീവിങ് ഏരിയയിൽ റിസീവർ അത് മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേ കാൽക്കുലേഷൻ തന്നെ റീകാൽക്കുലേഷൻ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ്? നമ്മൾ എത്രയാണ് റിഡൻഡൻറ്റ് ബിറ്റ് അതിൽ നമ്മൾ സെൻഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് സെൻഡിങ് ടൈമിൽ നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ആ ഡാറ്റ വെച്ചിട്ട് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യും റിഡൻഡൻറ്റ് ബിറ്റ്സ്. അതിൻ്റെ പൊസിഷനിലുള്ള ബിറ്റ്സ് നോക്കും. ആ ബിറ്റ്സിൻ്റെ പാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യും. പാരിറ്റി ചെക്ക് ചെയ്തിട്ട് ഉള്ള എറർ ഡിറ്റക്റ്റ് ചെയ്യും. ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ എററിനെ നമ്മൾ കറക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ ഹാമിങ് കോഡിൽ ചെയ്യുന്നത്. ഹാമിങ് കോഡ് സാധാരണ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ്സിൽ, കമ്പ്യൂട്ടർ മോഡത്തിൽ, എംബഡഡ് പ്രോസസ്സേഴ്സ് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ നമുക്ക് ഹാമിങ് കോഡ് ഉപയോഗിച്ച് എറർ കറക്ഷൻ, ഡിറ്റക്ഷനും കറക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന കറക്ഷൻ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എറർ കറക്ഷൻ ടെക്നിക്കാണ് ഹാമിംഗ് കോഡ് വെച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നും പറയാം, അതുപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നും പറയാം. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് സിംഗിൾ ബിറ്റാണ് എറർ കറക്ഷൻ പറ്റുക. നമുക്ക് സിംഗിൾ ബിറ്റോ 2 ബിറ്റോ എറർ ഡിറ്റക്റ്റ് ചെയ്യാം. അതിൽ ഒരു ബിറ്റിനെ നമുക്ക് എറർ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ കറക്റ്റ് ചെയ്യുന്ന എറർ നമുക്ക് എഫക്റ്റീവായിട്ട് എറർ കറക്ഷൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു, സിംഗിൾ ബിറ്റ് തന്നെയാണ് എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ മൾട്ടി ബിറ്റ് നമുക്കൊരു എറർ അതിനകത്തൊരു ഡാറ്റയിൽ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൾട്ടി ബിറ്റ് ഡാറ്റയിൽ നിന്ന് ഡിറ്റക്റ്റ് ചെയ്ത് 2 ബിറ്റ് എറർ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, 1 ബിറ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൾട്ടിപ്പിൾ ബിറ്റ് എറർ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അതിലും ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോ കറക്റ്റ് ചെയ്യും. എറർ എന്ന് പറയുന്നത് പാരിറ്റി ബിറ്റിനെ ചെക്ക് ചെയ്തിട്ട്. അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ എറോണിയസ് ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കിതിന് പറയാം. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ ബിറ്റ് എറർ കറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാമിംഗ് കോഡ് യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നിങ്ങൾക്ക് ഈ സെഷനിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.